വണക്കം, ദിസ് ഇസ് ട്രാവൽ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ട്രിവാൻഡ്രത്തിൻ്റെ ഒരു മെയിൻ നമ്മുടെ ക്രിസ്മസ് ടൈമിൽ ലൈറ്റ് ഇടുന്ന സ്ഥലത്താണ്. കനാകുന്നിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ ലൈറ്റൊക്കെ അവരിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളും വസന്തോത്സവമാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെൽബട്ടൺ എനേബിൾ ചെയ്യുക. സ്റ്റേ ട്യൂൺഡ്. ഞങ്ങൾ കാറിലാണ് വന്നത്. കാറ് നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ അവിടുത്തെ പേ ആൻഡ് പാർക്കിൽ 50 രൂപയാണ് പാർക്കിംഗ് ഫീ എടുത്ത് അവിടെ പാർക്ക് ചെയ്തു. ഇതാ കണ്ടോ, ലൈറ്റ് കണ്ടോ. ട്രിവാൻഡ്രത്തിൻ്റെ ഒരു ഏറ്റവും വലിയ വൈബാണ്. ട്രിവാൻഡ്രം സിറ്റിയെ എന്തുകൊണ്ടും എന്താ പറയുക, ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു ലൈറ്റിങ് കേട്ടോ. അത് ഓണത്തിനുണ്ടാവും, ക്രിസ്മസിനുണ്ടാവും. ക്രിസ്മസിന് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. കാര്യം റെയിൻഡിയറും അങ്ങനെയുള്ള അടിപൊളി വർണ്ണാഭമായ ലൈറ്റുകളാണ് അവരെപ്പോഴും ഇടാറുള്ളത്. അപ്പോൾ നമ്മളിതാ കനാകുന്നിൻ്റെ ഫ്രണ്ടിലെത്തി. ടിക്കറ്റ് എടുത്ത് വസന്തോത്സവം കാണണം, അതോടൊപ്പം ഇവിടുത്തെ ലൈറ്റിങ്ങും കാണണം. ഒരുപാട് ഫാമിലീസും കച്ചവടക്കാരും ഒക്കെ ഉണ്ട്. ഒരു പ്രത്യേക വൈബാണ് ട്രിവാൻഡ്രംകാർക്ക്. ഈ ഒരു ഡിസംബർ സീസൺ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് നമ്മുടെ ഈ ഒരു കനാകുന്നിൻ്റെ ആ ഒരു പരിസരം കംപ്ലീറ്റ് ലൈറ്റിങ്ങിൽ അടിപൊളിയാണ് കാണാൻ. അപ്പോൾ അത് കാണാനായിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ വസന്തോത്സവം 2024. അപ്പോൾ നോക്കിയാൽ ഈ ലൈറ്റിൽ 2025 എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. മേളിലോട്ടൊക്കെ പോകുമ്പോൾ ഗ്ലോബൊക്കെ ഉണ്ട്. അപ്പം ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെയാണ്. ടിക്കറ്റ് ഒരാൾക്ക് 50 രൂപയാണ്. ടിക്കറ്റ് ഒരാൾക്ക് ബോൾ ഉണ്ടല്ലേ. ടിക്കറ്റ് ഒരാൾക്ക് 50 രൂപയാണ്. ക്യാഷും UPI ഉണ്ട്. കുട്ടികൾ 12 വയസ്സിന് താഴെയാണെങ്കിൽ 30 രൂപയാണ് ടിക്കറ്റ്. അപ്പോൾ നമ്മൾ വസന്തോത്സവം 2024 കാണാൻ പോവാണ് കേരള ടൂറിസത്തിൻ്റെ. 2025 വളരെ ഭംഗിയായിട്ട് ലൈറ്റിൽ ചെയ്ത് വെച്ചേക്കണം കേട്ടോ. അപ്പം ഒരു സൈഡിൽ കൂടെ എൻട്രി, മറു സൈഡിൽ കൂടെ എക്സിറ്റുമാണ്. അപ്പോൾ നമുക്ക് പോയി കണ്ടാലോ. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ താഴത്ത് കയറാൻ പോകണം. ഒരാൾക്ക് 50 രൂപയാണ്. ഇതൊക്കെ നോക്കി, ഈ ഒരു ഫ്ലവറൊക്കെ ഫുൾ ലൈറ്റിലാണ്. ഭയങ്കര രസമാണ്. ഈ ഒരു ഗ്ലോബ് ഭയങ്കര രസമാണ്. ഈ ഒരു ഗ്ലോബ് ഭയങ്കര രസമാണ്. ഉള്ളിലുള്ള ഗ്ലോബാണ് കേട്ടോ. ടിക്കറ്റ് എടുത്ത് കാണിച്ച് അകത്ത് കയറാം. വസന്തോത്സവം ഫ്ലവർ ഷോ ന്യൂ ഇയർ ലൈറ്റിംഗ് 25 ഡിസംബർ മുതൽ 3 ജാനുവരി വരെ ഉണ്ട്. അപ്പോൾ നമ്മൾ അകത്ത് കയറി. ഇവിടെ നിന്ന് ഇങ്ങനെ ലെഫ്റ്റ് തിരിഞ്ഞ് കുറേ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കാണാവുന്നതാണ്. അതോടൊപ്പം റൈറ്റിൽ കുറച്ച് സ്നോ പോലെ സ്നോഡിയേഴ്സ്, പോളാർ ബിയറൊക്കെ അവരിങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു ഗ്ലോബാണ് കേട്ടോ ഭയങ്കര ഹൈലൈറ്റ് ഈ വർഷത്തെ പോളാർ ബിയർ. ഇവിടെ കണ്ട കുറേ ലൈറ്റിങ്സ് ആണ്. അപ്പോൾ നല്ല ഫ്ലോർ അറേഞ്ച്മെൻറ്റ്സ് ഇവിടെ താകണ്ട. കൂണ്, ഫ്ലവർ, ഇതൊക്കെ അവർ ഭയങ്കര ലൈറ്റിങ്ങിൽ ചെയ്ത് വെച്ചേക്കണം കേട്ടോ. കൂണൊക്കെയാണ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടെ ഒരു വലിയൊരു കൊട്ടാരത്തിൻ്റെ കവാടം പോലെ ഫുൾ ലൈറ്റിങ്ങിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് നടക്കുന്ന ഒരുപാട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട് കേട്ടോ. നല്ല രസമാണ്. അത് നോക്കി, എന്ത് ഭംഗി നോക്കി ഇതൊക്കെ കാണാനായിട്ട്. കൊള്ളാലോ, നല്ല ബ്ലൂ പേർപ്പിൾ കളറിലൊക്കെയാണ്. ഇവിടെ ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറഞ്ഞൊരു ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫ്രെയിമിനകത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ, ആ ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ആ ഭയങ്കര നമുക്ക് നല്ല ഭംഗിയുള്ള കാഴ്ചകൾ, ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കണ്ടിങ്ങനെ നടക്കാവുന്നതാണ്. നോക്കി എന്ത് രസമാണ്. ആ ഒരു കൂടാരത്തിൻ്റെ മേളിൽ ഒരു ഗേൾ ഇങ്ങനെ നിൽക്കുന്നതാണ്. പിന്നെ നമ്മൾ അടുത്ത് പോകുന്ന ഒരു പാമ്പിൻ്റെ വായിലേക്കാണ് കയറാൻ വേണ്ട. ആ ഒരു ഗുഹ പോലെ പാമ്പിൻ്റെ വായിലേക്ക് കയറി അപ്പുറത്തിറങ്ങും. ഇപ്പം നമ്മൾ പാമ്പിൻ്റെ ഉള്ളിലാണ് കേട്ടോ. പാമ്പിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ഫീലാണ്. വായിക്കത്തൂടെ കയറി വാലിൻ്റെ അതുവഴി ഇങ്ങനെ അറിയാം. പക്ഷേ ഇതൊക്കെ കൊള്ളാൻ കേട്ടോ, രസമുണ്ട്. ഇവരെന്താ പറയുക, ഫാമിലിയായിട്ടൊക്കെ വരുന്നവർ ഒരുപാട് ഇഷ്ടപ്പെടും. കുട്ടികളൊക്കെ ആയിട്ട് വരും. നല്ല ലൈറ്റിങ്ങും ഭയങ്കര രസമൊക്കെയാണ് ഇതിനകത്തൂടെ ഉള്ളിൽ പോകാനായിട്ട് കേട്ടോ. അപ്പം നമ്മളിവിടെ എവിടെ ഇറങ്ങുന്നത്, ഇതാ എക്സിറ്റായി. പിന്നെ അടുത്ത സ്ഥലങ്ങളിൽ പോയി കാണാം. നല്ല ആൾക്കാരുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ ഇത് കാണാൻ വന്നിട്ടുണ്ട്. പാമ്പിൻ്റെ വാൽ അങ്ങോട്ടാണ്, പക്ഷെ നമ്മൾ ഇറങ്ങുന്ന ഒരു പകുതിക്ക് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ അടുത്ത സ്ഥലങ്ങൾ പോയി കാണാം. ഇവിടെ എല്ലാം ഒരുപാട് പോളാർ ബിയർ അങ്ങനെയുള്ള ബിയേഴ്സൊക്കെ ലൈറ്റിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ത് ഭംഗിയെന്ന് നോക്കി ഇവിടെ കാണാനായിട്ട്. നല്ല രസത്തിലാണ്, അടിപൊളിയായിട്ട് ചെയ്തു. അവിടെ ഇങ്ങനെ വൈറ്റ് ലൈറ്റ് ഇങ്ങനെ മഴ പോലെ വീഴുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമ്മൾ പോകുന്ന സ്നോമാൻ്റെ ഉള്ളിലൂടെയാണ് കേട്ടോ. അതാ നോക്കിയാൽ സ്നോമാൻ.
ഇവിടെ നോക്കിയാൽ മുകളിൽ നല്ല റെഡ് കളർ അടിപൊളി ഒരു ഹാർട്ട് ചെയ്ത് വെച്ചേക്കാം ലൈറ്റിൽ. നല്ല രസമുണ്ട്. നോക്കി എന്ത് രസമാണ്. റെഡ് കളറിലൊരു ഹാർട്ടാണ് കേട്ടോ ചെയ്ത് വെച്ചേക്കുന്നത്. അടിപൊളി. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നമുക്കിനി അകത്തോട്ട് പോകാം. വലിയൊരു ഡൈനോസറസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നാൽ ഒരു ഫേസിൽ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കേട്ടോ, ടാറ്റു പോലെയൊക്കെ നോക്കാം. ഇവിടെ എല്ലാം അതാണ് കേട്ടോ. ഈ ഏരിയയിൽ മൊത്തം ഫേസിൽ ഇങ്ങനെ ഒരു പെയിൻറ്റ് ചെയ്ത് തരും. ഫേസ് ആർട്ടിസ്റ്റ്, ലൈവ് ഫേസ് പെയിൻറ്റിങ്. പിന്നെ മെഹന്തി ഇട്ട് തരും. അങ്ങനെ എല്ലാം ഇവിടെ ചെയ്യും കേട്ടോ. ഇവിടെ വലിയൊരു ഡൈനോസറസ് ഒരു ലൈറ്റിൽ ചെയ്ത് വെച്ചേക്കാണ്. എന്ത് ഭംഗി നോക്കുക. നല്ല ബ്ലൂ കളറിൽ. ഓക്കെ, അപ്പോൾ ഇതാ ഫ്ലവർ ഷോയുടെ ഭാഗമായിട്ട് കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഇതാ ഈ ഒരു ആലിൻ്റെ ചോട്ടിൽ വെച്ചിട്ടുണ്ട്. കനാക്കുന്നിൻ്റെ അകത്താണ് ഈ ഒരു ആലിൻ്റെ ചോട്ടിൽ. ആലും ഇങ്ങനെ അടിപൊളിയായിട്ട് ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നോക്കിയാൽ അപ്പോൾ ഇവിടുന്ന് അവർ ഫ്ലോറൽ അറേഞ്ച്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്ലവേഴ്സ്. പലതരം ഫ്ലവേഴ്സാണ്. നമ്മൾ ആ ഗ്ലോബിൻ്റെ അവിടെ അടുത്ത് ഇറക്കിയായി. ഇതാ നോക്കിയേ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഗ്ലോബ് കേട്ടോ. വളരെ ഭംഗിയായിട്ട് ആ ഗ്ലോബ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൻ്റെ മാപ്പൊക്കെ ആയിട്ട്. അങ്ങോട്ടൊന്നും ഇറങ്ങിപ്പോകാൻ പറ്റില്ല, നമുക്ക് ദൂരെ നിന്ന് കാണാനും പറ്റില്ല. പക്ഷെ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം ചെടികളിങ്ങനെ അവർ കാണിച്ച് വെച്ചിട്ടുണ്ട്, എക്സിബിഷനായിട്ട് വെച്ചിട്ടുണ്ട്. നോക്കി പുറത്തുള്ള തിരക്ക് കണ്ടോ, നല്ല തിരക്കുണ്ട്. ഇപ്പോൾ രണ്ട് സൈഡിലും എന്താ ചെടികളൊക്കെ വെച്ച് വളരെ അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. കേരള ടൂറിസം എന്നിങ്ങനെ ലൈറ്റിൽ അറേഞ്ച്മെൻറ്റിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കിയാൽ എന്ത് രസമാണ്. അപ്പോൾ ഇത് വിയ ദി നത്താലെ എന്ന് പറഞ്ഞൊരു ആർച്ചൊക്കെ കയറി പോവാണ്. എന്താണെന്ന് നോക്കാം. ഇതിനകത്ത് കംപ്ലീറ്റ് ക്രിസ്മസ് തീമിൽ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വെച്ചേക്കുന്നത് കേട്ടോ. എന്ത് രസമായിട്ടാണ് അറേഞ്ച് ചെയ്തേക്കുള്ള വൈറ്റ് ആ ഒരു ബിൽഡിംഗ് സ്ട്രക്ചറിൽ. നമ്മൾ ഈ പുറത്തൊക്കെ ലണ്ടനിലൊക്കെ പോയി കഴിഞ്ഞാൽ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെയൊക്കെ അവർ ക്രിസ്മസ് ആയിട്ട് ഫുൾ ഡെക്കറേറ്റ് ചെയ്തിരിക്കും. ആ ഒരു ഡെക്കറേഷനാണ് അവരോട് കാണിച്ചേക്കുന്നത് കേട്ടോ. അടിപൊളി. നല്ല നോക്ക്, നമ്മൾ വീടിൻ്റെ വാതിലും അതിൻ്റെ മുന്നിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നത് കംപ്ലീറ്റ് ഒരു ക്രിസ്മസ് തീമാണ്. അപ്പോൾ നമ്മളിതാ കനാകുന്ന് കൊട്ടാരത്തിൻ്റെ അവിടെ എത്തി. അവിടെയൊക്കെ ഒരുപാട് ഫ്ലവേഴ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നത് കണ്ടോ. എന്തുമാത്രം നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് ഇവരോട് വെച്ചേക്കുന്നത്. നോക്കി ഇങ്ങനെ രണ്ട് സൈഡിലും ഇങ്ങനെ ഫ്ലവേഴ്സ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ കണ്ട് കറങ്ങി വരാവുന്നതാണ്. ഇവിടെ അവർ ജമന്തിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ്ടോ വൈറ്റ് ജമന്തി ഉണ്ട്. ഇതാണ് കനാകുന്ന് കൊട്ടാരം. അത് ഈ ഫ്ലവർ ഓക്കെ വൈറ്റ് ആൻഡ് യെല്ലോ. ഇന്ത്യയാണ്. ശംഖാണ്. ശംഖ്. ഇവിടെ കണ്ടോ ഫ്ലവറിൽ ഒരു ഡോൾഫിൻ ഉണ്ടാക്കി വെച്ചേക്കാം. എന്ത് രസം നോക്കിയാൽ. അപ്പോൾ ഈ ഷെഡിനകത്തുള്ളിൽ വെച്ചേക്കുന്നത് ബോൺസായി ചെടികളാണ്. പാക്കൂസ് ബോൺസായി നമ്പറൊക്കെ ഉണ്ട്. ഈ ഒരു സ്റ്റാളിനകത്ത് കംപ്ലീറ്റ് ബോൺസായി ചെടികളാണ് കേട്ടോ. കുഞ്ഞിൻ്റെ ബോൺസായി ചെടികൾ അതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വസന്തോത്സവം 2024 കണ്ടത് ആ പുറത്തിറങ്ങി. നല്ല അടിപൊളിയാണ് അല്ലേ. ലൈറ്റിങ് ഭയങ്കര രസമാണ്. ഒരുപാട് സാധനങ്ങൾ കാണാനുണ്ട്. നമ്മൾ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് എല്ലാം കണ്ടുകൊണ്ട് പോകുമ്പോൾ പിന്നെ ഫ്ലവർ ഷോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതെല്ലാം കണ്ട് നമ്മൾ സൂര്യാനിൽ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അവിടെ ട്രൈ മാർക്കറ്റും ഒരു ഫുഡ് കോർട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ 50 രൂപയ്ക്ക് ഇറ്റ്സ് വർത്ത് ഫോർ മണി. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. ഇഫ് നോട്ട് സബ്സ്ക്രൈബ് ചാനൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ ടു നോട്ടിഫിക്കേഷൻ ഫോർ നെക്സ്റ്റ് വീഡിയോ. ദിസ് ഈസ് Trav Cup from Vasantotsavam 2024. Bye bye.